ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 26,000 മേളിൽ പോയിട്ടാണ് പിന്നെയാണ് നിഫ്റ്റി 25,891 ക്ലോസ് ചെയ്തത്. 22 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഇന്ന് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 58,078 ക്ലോസ് ചെയ്തപ്പോൾ 70 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 59,371 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 9 പോയിൻറ്റ്സ് കുറഞ്ഞ് 18,291 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.73 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 84,556 ക്ലോസ് ചെയ്തപ്പോൾ 130 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണെന്ന് കാണാൻ സാധിച്ചത്. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 3,893 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 1,165 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി എനർജി, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിന്ന് നിഫ്റ്റി IT നല്ല റാലി നടത്തി. ഓൾമോസ്റ്റ് 2.21% റാലിയാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,218 ക്ലോസ് ചെയ്തത്. 11 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 25 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,619 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,556 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 56,772 ക്ലോസ് ചെയ്തപ്പോൾ 163 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 49 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,986 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9413 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 778 പോയിൻറ്റ്സ് ഉയർന്ന് 36,078 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ എന്ന് 4 പോയിൻറ്റ്സ് ഉയർന്ന് 1546 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 10,241 ക്ലോസ് ചെയ്തപ്പോൾ 9 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 66 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 11,601 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,481 ക്ലോസ് ചെയ്തപ്പോൾ 34 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 22 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 7875 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി 1 പോയിൻറ്റ്സ് ഉയർന്ന് 913 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,196 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,651 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 ഒക്ടോബർ എൻഡിൽ നിഫ്റ്റി 24,205 ക്ലോസ് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് 25,891 നിൽക്കുമ്പോൾ 6.97% പ്രോഫിറ്റാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ് 12 മന്ത്സായിട്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 മാസം മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,891 ക്ലോസ് ചെയ്തപ്പോൾ 9.50% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഈ ആഴ്ച 181 പോയിൻറ്റ്സാണ് ആകെ ഉയർന്നിട്ടുള്ളത്. 0.71% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,843 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,868 ക്ലോസ് ചെയ്തു. വെനസ്ഡേ അവധിയായിരുന്നു. തേഴ്സ്ഡേ ഇന്ന് 25,891 ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇൻഫോസിസ് 3.81% റാലി നടത്തി. HCL ടെക് 2.55% റാലി നടത്തി. TCS 2.21%, ശ്രീറാം ഫിനാൻസ് 2.07%, ആക്സിസ് ബാങ്ക് 1.74%, ONGC 1.69%, കോട്ടക് മഹീന്ദ്ര 1.30%, വിപ്രോ 1.22%, ടൈറ്റാൻ 1.16% ആൻഡ് ടെക് മഹീന്ദ്ര 1.01% റാലി കണ്ടു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 2.88% ഫോളോ നടത്തി. ഇൻ്റർഗ്ലോബ് 2.10% ഫോളോ നടത്തി. ഏഷ്യ മോട്ടോഴ്സ് 1.91%, ഭാരതി എയർടെൽ 1.74%, അൾട്രാടെക് സിമെൻറ്റ് 1.60%, അദാനി പോർട്സ് 1.38%, ICICI ബാങ്ക് 1.32%, JSW സ്റ്റീൽ 1.24%, ടാറ്റ കൺസ്യൂമർ 1.16% ആൻഡ് റിലയൻസ് 1.15% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയർ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ CPI കോർ ഡേറ്റ USA നാളെ 24 വരുന്നുണ്ട്. USA തന്നെ ന്യൂ ഹോം സെയിൽസ് ഡേറ്റ 24 നാളെ വരുന്നുണ്ട്. PMI ഡേറ്റ ഫോർ S&P ഗ്ലോബൽ സർവീസസ്
ഫ്രം USA നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് PMI ഡേറ്റ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് 24 ഒക്ടോബർ നാളെ വരുന്നു. ഇന്ത്യയിൽ നിന്ന് USD ഫോറക്സ് റിസർവ് ഡേറ്റ 24 ഒക്ടോബർ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.